വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യം. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് തരണം എന്നാണ് പറയുന്നത്. നല്ല ഫെഡറലിസം, ജനാധിപത്യപരമായ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവുമാണ്. അല്ലാതെ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് എല്ലാം കേന്ദ്രീകൃതമാകുന്ന അവസ്ഥ നല്ല ജനാധിപത്യപരമായ ഫെഡറലിസം അല്ല. അതുകൊണ്ട് നമ്മുടെ ഡെമോക്രാറ്റിക് ഫെഡറലിസത്തിന് ഭംഗം വരുന്നതിനെ എതിർക്കുന്നതിനാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച ടാക്സ് ഷെയർ പോലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ മാതൃകാപരമായ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ അത് നിലനിർത്തേണ്ടതായിട്ടുണ്ട്, നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഞങ്ങൾക്ക് ടാക്സ് ഷെയർ നിഷേധിക്കുന്നു, വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിച്ചുരുക്കുന്നു, എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര വിഹിതവും കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സംസ്ഥാനങ്ങളെ വല്ലാതെ വീർപ്പുമുട്ടിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ സമരത്തിന് വലിയ പിന്തുണയാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ ഇവിടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സമരം നടന്നു. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ കേരളത്തിൻ്റെ സമരത്തെ അടക്കം അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. തമിഴ്നാട് അത്തരത്തിലുള്ള സമരം നടത്തുന്നു. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ലഭ്യമാകുന്നതിന് വേണ്ടി വലിയ സമരവുമായി മുന്നോട്ട് വരുമെന്നാണ്. അതുകൊണ്ട് വളരെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമരം നടക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമരത്തിൽ ചേരാത്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചതാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആവശ്യകതകൾ ഉന്നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരതിന് തയ്യാറായില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതെന്താ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നു കർണാടകയ്ക്ക് വേണ്ടി. അതുപോലെ കേരളത്തിന് വേണ്ടി സമരം നടത്താൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവണ്ടേ? കോൺഗ്രസിന് തയ്യാറായില്ല എന്നത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു UDFൻ്റെ ഘടകകക്ഷികളിൽ ചിലർക്ക് നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.